പ്രക്ഷോഭം ശക്തമായതോടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. ഔദ്യോഗിക വസതിയിൽ നിന്ന് ഹസീന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് രാജി നീക്കമെന്ന് രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ ധാക്കയിലെ സെൻട്രൽ സ്ക്വയറിൽ എത്തിയിരിക്കുന്നു. ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ രാജി. യഥാർത്ഥ സാഹചര്യം വിവരിക്കാൻ ഇന്ന് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സാഹചര്യം വളരെ മോശമാണെന്നും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണെന്നും ബംഗ്ലാദേശിന്റെ നിയമമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ധാക്ക വിടുന്നതിന് മുൻപ് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഷെയ്ഖ് ഹസീന ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്ത. സ്വന്തം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പോലും ആഗ്രഹിച്ചൊരു കാര്യമായി ഷെയ്ഖ് ഹസീനയുടെ രാജി മാറിയതോടെ രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹസീനയ്ക്കെതിരെ നടന്നത് ജനകീയ പ്രക്ഷോഭമായിരുന്നു. സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ ധർമ്മസമരമായി മാറുകയായിരുന്നു. സംവരണ വിഷയത്തിൽ നടന്ന സംഘർഷങ്ങളിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അല്പം കെട്ടടങ്ങിയെങ്കിലും സർക്കാരിനെതിരെ പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചത്. രാജ്യത്തെ 13 ജില്ലകളിൽ കലാപം പൂർണ്ണമായും വ്യാപിച്ചു കഴിഞ്ഞു. പ്രക്ഷോഭം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂവും പ്രഖ്യാപിച്ചിരുന്നു. ഇന്നു മുതൽ 3 ദിവസം ദേശീയ അവധിയായും അതുപോലെ സമൂഹ മാധ്യമങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്റർനെറ്റ് സൗകര്യം തടയാൻ മൊബൈൽ കമ്പനികളോടും അവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പൂർണ്ണമായും ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു ഭരണം അത് അവസാനിപ്പിക്കാൻ ജനക്കൂട്ടം തന്നെ ഇളകിയതോടെ ഹസീനയ്ക്ക് ഭരണം അവസാനിപ്പിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വന്നിരിക്കുന്നു. ഇത് ലോകത്തെ പല ഭരണാധികാരികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.